നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ. എൻ്റെ ചാനൽ NNR STR സ്കൂൾ ഓഫ് വിസ്ഡം. കഴിഞ്ഞ ദിവസം ഞാൻ മരണാന്തരം പുനർജന്മം കർമ്മനിയമം ആ പുസ്തകമാണ് 3 ഭാഗങ്ങൾ ചെയ്തു. ഇനി ഒരു ഭാഗം കൂടെ ചെയ്യാനുണ്ട്. പഴയ ഒരു ബുക്കാണ്, തിയോസഫി പബ്ലിഷ് ചെയ്തൊരു 3 രൂപയുടെ ബുക്ക്, 74 പബ്ലിഷ് ചെയ്ത്. അതൊന്നും ഇനി റീപ്രിൻറ്റിൽ വരത്തില്ല. പക്ഷേ അപാര കണ്ടൻറ്റാണ്. തിയോസഫിയെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള, വളരെ സാധാരണ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് കുറച്ച് അത് കേട്ടിട്ട് സംശയം എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നു. അപ്പോൾ ഞാനതൊരു ടോക്കായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ ചോദ്യം, വ്യക്തിപരമായി എന്ത് പ്രയോജനം? ഇത് വളരെ നല്ല ചോദ്യമാണ്. കാര്യം ഇത് പഠിക്കുമ്പോഴാണ് നമ്മൾ കാണുന്ന ഓരോ വ്യക്തികളും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാവും. ഒരാൾ നമ്മളെ അടിച്ചാൽ, ഒരു ചെവിടത്തടിച്ചാൽ മറു ചെവിട് കാണിക്കണമെന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവത്തില്ല. പക്ഷെ തിയോസഫിയിൽ പറയുന്നത് എന്താ? നിങ്ങൾ അയാളെ പണ്ട് അടിച്ചിട്ടുണ്ട്, അത് 0 ആവാനാണ് ഇത്തവണ അയാൾ അത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ക്ഷമിച്ചു കഴിയുമ്പോൾ അതവിടെ അവസാനിക്കും. അല്ലെങ്കിൽ പിന്നെയും നമ്മൾ ഈ ഭൂലോകത്ത് ഈ ശരീരം എടുത്ത് ഈ ലോകത്ത് തിരിച്ചു വരേണ്ടി വരും. അതിൻ്റെ പ്രയോജനം. ഇനി ലക്ഷ്യസ്ഥാനം പുനർജന്മമില്ലാത്ത ബ്രഹ്മപദമല്ലേ? അടുത്ത ചോദ്യം. സത്യമാണ്. അതിലേക്ക് എത്താനുള്ള വഴികളും കാര്യങ്ങളുമാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇനി പുനരാവൃത്തി, വീണ്ടും ഗർഭവാസം, റീഇൻകാർണേഷൻ, പുനർജന്മം, ഇതില്ലാത്ത സ്ഥാനമല്ലേ ലക്ഷ്യം? 100% സത്യമാണ്. പക്ഷെ അതിന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് തിരിച്ചറിവ് വേണം, അറിവ് വേണം, അൾട്ടിമേറ്റ് അണ്ടർസ്റ്റാൻഡിങ് വേണം, ഇൻ്റലിജൻസ് വേണം. അതാണ് ഈ പുസ്തകങ്ങളിലൂടെ പറയുന്നത്. ഇതൊന്നും വേറെ ഒരു പുസ്തകത്തിലും പറയുന്നില്ല. ചുമ്മാ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്ന് പറയുന്ന അവിടെ ഇവിടെയും കേട്ട കാര്യമാണ്. തിയോസഫിയിൽ അവർ തിരിച്ചറിഞ്ഞ് സൈക്കിക് പവേഴ്സിലൂടെ പോയി എഴുതിയിട്ടുള്ള ബുക്കുകളാണ്. അതുകൊണ്ട് സാധാരണ ഒരു പുസ്തകം വായിക്കുന്ന പോലെ തിയോസഫി പുസ്തകം വായിക്കാൻ പാടില്ല. ഇനി അടുത്ത ചോദ്യം, മുക്തനായാൽ പോരല്ലോ, ലയം വേണ്ടേ? അപ്പം ഇത് 6 ശരീരങ്ങളുണ്ടെന്നും അതിലെന്തൊക്കെയാണെന്നും ഈ ശരീരം വിട്ടാൽ എവിടെ പോകുന്നു വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതൊന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചാൽ ഈ ചോദ്യം മനസ്സിലാവും. അതിനകത്ത് ലയം എപ്പോൾ സംഭവിക്കുമെന്നും പ്രത്യേകം പറയുന്നുണ്ട്. ഇനി ജീവാത്മാവോ പരമാത്മാവോ ഐക്യം, ലയം, അതല്ലേ ലക്ഷ്യസ്ഥാനം ഇതിനകത്ത് സ്വർഗമെന്നും പല പേരിലും പല പുസ്തകങ്ങളും പറയുന്നേ ഉള്ളൂ. അതും അതിനകത്ത് പറയുന്നുണ്ട്. ഇനി അടുത്തത്, പാത്ത് ഓഫ് ഒക്കൾട്ട് ഓർ പാത്ത് ഓഫ് ഡിവൈൻ. ഈ ഒക്കൾട്ട് എന്ന് പറഞ്ഞാൽ സൈക്കിക് പവറാണ്. അത് നിഗൂഢ ശാസ്ത്രം, ഗുപ്തവിദ്യ എന്നൊക്കെ പറയാം. അത് ഈ പാതയിൽ പോകുമ്പം തിയോസഫിക്കൽ ലിറ്ററേച്ചറിലും മാസ്റ്റേഴ്സ് പറയുന്നുണ്ട്, നമുക്ക് കുറേ പവേഴ്സൊക്കെ കിട്ടും. അതെടുത്ത് യൂസ് ചെയ്താൽ നമ്മൾ അവിടെ സ്റ്റക്കാവും. ഇത് ഒന്നിനൊന്ന് ഒരുമിച്ച് പോകുന്ന സാധനമാണ്. പക്ഷേ അത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇനി പീസ് ഓഫ് മൈൻഡ് ഇൻ ഒക്കൾട്ട് ഓർ ഇൻ ഡിവൈൻ, ഈ മനസ്സിനെ വെടിയാനാണ് പറയുന്നത്. അപ്പോൾ പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നൊരു സംഭവം അത് സെപ്പറേഷനിലാണ് വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒക്കൾട്ടാണ്, അത് ഡിവൈനിൽ എത്തിയിട്ടില്ല. ഇനി ശാന്തി ഇൻ ഒക്കൾട്ട് ഓർ ഡിവൈൻ, ഈ ശാന്തി എന്നൊക്കെ പറഞ്ഞാൽ, നിർവൃത്തി എന്നൊക്കെ പറയുന്നത് മനസ്സ് വെടിയുമ്പോഴേ അത് വരത്തുള്ളൂ. ഇനി ഈ 6 ശരീരങ്ങളെക്കുറിച്ച് ഒന്നുകൂടെ വായിച്ചു നോക്കിയാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി ഫുൾഫിൽമെൻറ്റ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ് ഇൻ ഒക്കൾട്ട് ഓർ ഡിവൈൻ, നമ്മൾ ഒരു ഫുൾ സ്റ്റോപ്പും കോമയൊന്നും ഇടണ്ട. നമ്മളാകെ ചെയ്യേണ്ടത് മിണ്ടാതിരിക്കുക. ഒരു റിവറിൽ എങ്ങനെയാണ് വെള്ളം പോകുന്നത്, അത് കടലിലേക്ക് എങ്ങനെയാണ് പോകുന്നത്, അത് ഒഴുകിപ്പോവും. ഇടയ്ക്കൊരു ചെടി വീണാൽ പാത മാറിപ്പോവും. നമ്മളൊന്നും അവിടെ ചെയ്യേണ്ടതില്ല, അത് ഈ അറിവിലിരുന്നാൽ മതി. ഇനി അടുത്തത്, നോൺ റിട്ടേണബിൾ ഓർ നോൺ ഇൻകാർണേഷൻ ഇൻ ഒക്കൾട്ട് ഓർ ഇൻ ഡിവൈൻ, നമ്മൾ തിരിച്ചു വരുമോ വരത്തില്ല എന്നൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഈ ഒക്കൾട്ടും ഡിവൈനും രണ്ടൊന്നുമല്ല. ഒക്കൾട്ട് ഇതിനകത്ത് കിട്ടുന്ന ചില സൈക്കിക് പവേഴ്സിനെയാണ് ഇവർ ഒക്കൾട്ടെന്ന് പറയുന്നത്. അതാണ് എനിക്ക് ഇതിനകത്ത് സംശയങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത്. ഞാനത് ഒരാളുടെ സംശയം ടോക്കായിട്ട് ഇടാൻ കാരണം ഇത് പലർക്കും സംശയം കാണും, അവർ ചോദിക്കത്തില്ല, അതുകൊണ്ടാണ്.